89 സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. CPM സംസ്ഥാന സമ്മേളനം. പുതിയ കമ്മിറ്റിയിൽ 15 പേർ പുതുമുഖങ്ങളായി ഇടം പിടിക്കുകയാണ്. 2 പേരെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. മന്ത്രി ആർ ബിന്ദു, VK സനോജ്, V വസീഫ് തുടങ്ങിയവർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. പുതുതായി 2 വനിതാ അംഗങ്ങളാണ് കമ്മിറ്റിയിലേക്ക് ഇടം പിടിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിവരം കൂടി, പൂർണ്ണ ചിത്രം കൂടി ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. 17 അംഗ സെക്രട്ടേറിയറ്റാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റിലേക്ക് 3 പേരാണ് പുതുതായി എത്തുന്നത്. അത് കണ്ണൂരിൽ നിന്ന് MV ജയരാജൻ, അതുപോലെ CN മോഹനൻ, KK ശൈലജ ടീച്ചർ എന്നിങ്ങനെ 3 പേരുകളാണ് എത്തുന്നത്. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി മാറുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് P ഗഗാറിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വയനാട് മുൻ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നവർ P ശ്രീരാമകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. P ഗഗാറിൻ, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. സൂസൻ കൊടിയാണ് ഒഴിവാക്കപ്പെട്ട മറ്റൊരാൾ. വിഭാഗീയതയിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന താക്കീത് എന്ന നിലയിൽ കൂടിയാണ് സൂസൻ കൊടിയെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധികളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. തനേഷ് തമ്പി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തനേഷ്, പുതിയ പേരുകൾ വരുന്നുണ്ടോ? തനേഷ്, റീജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സെക്രട്ടേറിയറ്റിൽ KK ശൈലജ നിലവിൽ അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമായിരുന്നെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ അവർ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരിക്കുന്നു. ഒപ്പം കണ്ണൂരിൽ നിന്നുള്ള MV ജയരാജനും എറണാകുളത്ത് നിന്നുള്ള CN മോഹനും സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ 17 അംഗ സെക്രട്ടേറിയറ്റ്, അതിൽ AK ബാലനും PK ശ്രീമതിയും ഒഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന സമിതിയിൽ നിലനിർത്തിയിരിക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള K വരദരാജനെ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ റീത്ത് സൂചിപ്പിച്ചവർ, ഒന്ന് P ശ്രീരാമകൃഷ്ണനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നം കാരണം സംഘടനാ രംഗത്ത് സജീവമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരോഗ്യ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. P ഗഗാറിൻ, വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. P ഗഗാറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം സൂസൻ കോടിയെ ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലാണ് സൂസൻ കോടിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനു പുറമെ KH ബാബുജാൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായി നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായിരിക്കും. C അജയകുമാർ, P മമ്മിക്കുട്ടി എന്നിവരും കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ് പുതുതായി വരുന്നത്. എന്തായാലും 15 പുതുമുഖങ്ങൾ ഉൾപ്പെടെയാണ് സംസ്ഥാന സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ 15 പുതുമുഖങ്ങളെ കൂടാതെ നേരത്തെ ക്ഷണിതാക്കളായിരുന്ന 2 പേർ, ജോൺ ബ്രിട്ടാസും രതീഷ് കണ്ടകയും, ഈ 2 പേരെയും സംസ്ഥാന കമ്മിറ്റിയിൽ പൂർണ്ണാർത്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 15 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിലാണ് ഇപ്പോൾ ഈ ഒരു സംസ്ഥാന സമ്മേളനം, ഈ ഒരു പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളുടെ പേരിൽ ഒന്നാമൻ പിണറായി വിജയൻ തന്നെയാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് സർക്കാരിനെ നയിക്കുന്നത്. രണ്ടാമത്തെ പേരുകാരനായി MV ഗോവിന്ദൻ, മൂന്നാമത് EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, M സ്വരാജ്, മുഹമ്മദ് റിയാസ്, PK ബിജു, പുത്രത്ത് ദിനേശൻ, MV ജയരാജൻ, CN മോഹനൻ. ഇങ്ങനെ 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് സംസ്ഥാന സമിതി തെരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിരിക്കുന്നത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും എന്നുള്ള കാര്യവും ഇതിൽ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതുതായി 5 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ K റഫീഖ് വയനാട്, M രാജഗോപാൽ കാസർഗോഡ്, കോഴിക്കോട് നിന്ന് M മെഹബൂബ്, മലപ്പുറത്ത് നിന്ന് VP അനിൽ, തൃശൂരിൽ നിന്ന് KV അബ്ദുൾ ഖാദർ. 6 പുതിയ ജില്ലാ സെക്രട്ടറിമാരാണ് ഈ സമ്മേളന പ്രക്രിയയിൽ ഉണ്ടായിരുന്നത്. അതിൽ രാജു അബ്രഹാം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം നേരത്തെ തന്നെ സംസ്ഥാന സമിതിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് അതിൽ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇതുകൂടാതെ 10 പേരാണ് ജില്ലാ സെക്രട്ടറിമാരല്ലാതെ പുതുമുഖങ്ങളായി ഈ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അതിലൊന്ന് പ്രകാശൻ മാസ്റ്ററാണ്. അദ്ദേഹം മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും അതേസമയം അതിനുശേഷം സംഘടനാ രംഗത്തേക്ക് തിരിച്ച് അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹം അവിടെ വളരെ സജീവമായി കണ്ണൂരിൽ നിൽക്കുന്ന M പ്രകാശൻ മാസ്റ്ററാണ് കണ്ണൂരിൽ നിന്നുള്ള പുതിയ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗം. VK സനോജ്, കണ്ണൂരിൽ നിന്നുള്ള VK സനോജും കോഴിക്കോട് നിന്നുള്ള V വസീഫും, ഈ 2 പേരും DYFI നേതാക്കളാണ്. ആ അർത്ഥത്തിൽ യുവ പ്രാതിനിധ്യം എന്നുള്ള നിലയിലാണ് ഈ 2 പേർക്കും ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഇടം ലഭിച്ചിരിക്കുന്നത്. പാലക്കാട്
പാലക്കാട് നിന്നുള്ള MLA കൂടിയായ കെ ശാന്തകുമാരി അവർ സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. സംവരണ മണ്ഡലമാണ്. ആ ഒരു പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കുകയാണ് ശാന്തകുമാരിയുടെ സംസ്ഥാന സമിതി അംഗത്വത്തിലൂടെ CPIM ചെയ്യുന്നത്. മറ്റൊന്ന് മന്ത്രി ആർ ബിന്ദുവാണ്. അവർ ഏറെക്കുറെ ഉറപ്പായിരുന്നു സംസ്ഥാന സമിതിയിലേക്ക് എത്തുമെന്ന്. അവരെ സംസ്ഥാന സമിതിയുടെ ഭാഗമാക്കിയിരിക്കുന്നു. M അനിൽകുമാർ എറണാകുളം, കെ പ്രസാദ് ആലപ്പുഴ, PR രഘുനാഥ് കോട്ടയം, S ജയമോഹൻ കൊല്ലം, DK മുരളി തിരുവനന്തപുരം ഇവരും സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. DK മുരളി വാമനപുരത്തു നിന്നുള്ള MLA ആണ്. PR രഘുനാഥ് ഇപ്പോൾ MV റസൽ അന്തരിച്ച ഒഴിവിൽ കോട്ടയത്തെ ജില്ലാ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളാണ് PR രഘുനാഥ്. അദ്ദേഹവും സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് അതിൽ സംഘടനാ രംഗത്തുള്ളവരുണ്ട്, പാർലമെന്ററി രംഗത്തുള്ളവരുണ്ട്, വനിതകൾ, യുവാക്കൾ, മറ്റ് ട്രേഡ് യൂണിയൻ അടക്കമുള്ള എല്ലാ രംഗത്തിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യം ഈ പുതിയ സംസ്ഥാന സമിതിയിലും ഉറപ്പാക്കിയിട്ടുണ്ട്. ആളുകളെ അതേസമയത്ത് MB രാജേഷിനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ് MB രാജേഷിനെ ഇത്തവണ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പരിഗണിക്കുമെന്നുള്ളത്. പക്ഷെ അതുണ്ടായില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. മറ്റൊന്ന് P ജയരാജനും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടില്ല. സീനിയർ നേതാവാണ് അദ്ദേഹവും ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയില്ല. വീണ ജോർജിനെ സംസ്ഥാന സമിതിയുടെ പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ടവരിൽ പ്രമുഖൻ നേരത്തെ പറഞ്ഞതുപോലെ AK ബാലൻ, PK ശ്രീമതി ഉൾപ്പെടെയുള്ളവർ പ്രായപരിധിയുടെ പേരിലാണ് അവരെ ഒഴിവാക്കിയത്. കൊല്ലത്തു നിന്നുള്ള വരദരാജൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഒഴിവാക്കപ്പെട്ടത് P ശ്രീരാമകൃഷ്ണനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ P ശ്രീരാമകൃഷ്ണനെ ഒഴിവാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ഗഗാറിൻ, അതുപോലെ തന്നെ കൊല്ലത്തു നിന്നുള്ള സൂസൻ കോടി, ഈ രണ്ടുപേരെയും സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രീജിത്ത്.